നമുക്കൊപ്പം SK സജീഷ് ഉണ്ട്. സജീഷ്, ഈ മരണം വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. അതിലിപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം IT യെയും ED യെയും എങ്ങനെയാണ് മോദി സർക്കാർ വന്നതിന് ശേഷം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത് എന്ന്. അതിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യവസായി, അതും നോക്കൂ, രാജ്യത്തെ ആദായനികുതി ദായകരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യവസായിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടർച്ചയായി 3 ദിവസം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ചില രേഖകൾ നേരത്തെ കണ്ടുകിട്ടിയിരുന്നു. ഒരു പ്രൊഹിബിഷണറി ഓർഡർ ഉണ്ടായിരുന്നു. ആ പ്രൊഹിബിഷണറി ഓർഡർ ലിഫ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് ചില രേഖകൾ ആവശ്യപ്പെട്ടുവെന്ന് ഇൻകം ടാക്സുകാർ പറയുന്നു. പക്ഷേ അടുത്ത ബന്ധുക്കൾ, സഹോദരൻ CJ ബാബു അടക്കം പറയുന്നത് വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു കേരളത്തിൽ നിന്ന് ഈ റെയ്ഡിന് പോയ, അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. SK സജീഷ്, ഈ IT യും ED യും ഒക്കെ ഇതേപോലെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത് പോലെ വ്യവസായികളെയും, ഭരണകൂടത്തിന് അപ്രിയരായ വ്യവസായികളെയും നോട്ടമിടാൻ തുടങ്ങിയോ? തീർച്ചയായും അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവും എല്ലാം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിൽ എല്ലാവരും നിൽക്കുക, തങ്ങളുടെ സേവകരായി എല്ലാവരും മാറുക, അങ്ങനെ മാറാത്തവരെയെല്ലാം ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലയിൽ പഴയ ഹിറ്റ്ലറെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഭവമായി നമുക്ക് വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. അങ്ങേയറ്റം ദുഃഖകരമായ ഒരു മരണം, അത് നമ്മൾക്ക് വിരൽ ചൂണ്ടിത്തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, ഒന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി ED യെയും IT യെയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അത് തരാതരം ഉപയോഗിച്ച് ഓപ്പറേഷൻ താമര എന്ന പേര്, ഓമന പേരിട്ടുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ കുതിരക്കച്ചവടം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മറ്റൊരു വശത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി BJP ഉപയോഗിക്കുന്നത് പണമാണ്. ആ പണം അവർ സമാഹരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടിലൂടെയാണ്. ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് BJP സമാഹരിച്ചത്. രാജ്യത്ത് ഏതാണ്ട് 18,000 കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ടിലൂടെ ശേഖരിക്കപ്പെട്ടതിൽ സിംഹഭാവവും BJPയിലേക്കാണ് വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ BJPയുടെ അക്കൗണ്ടിൽ 12,000 കോടി രൂപയോളം അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് സംഭാവന വാങ്ങാതെ, ഇലക്ട്രൽ ബോണ്ട് അതാണല്ലോ, ആരും അറിയാതെ ബോണ്ടുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് CPM ഉൾപ്പെടെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യുകയും അത് റദ്ദാക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്തത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വ്യവസായികളിൽ നിന്ന് വൻതോതിൽ പണം സമാഹരിക്കുക, തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലയിലേക്ക് മാറ്റുക, അതെല്ലാമാണ് ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കെല്ലാം എത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലാത്ത ചില ആളുകളുണ്ട്, നമ്മുടെ ഇപ്പോൾ കിറ്റക് സാബുവിനെ പോലെയുള്ള ആളുകൾ. അവർക്ക് BJPക്ക് RSSന് വഴങ്ങാൻ വേണ്ടി കഴിയും. അപ്പോൾ ED യും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളുമെല്ലാം അവരിൽ നിന്ന് മാറിപ്പോകും. അവർക്ക് അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യമില്ല, BJPയുടെ പക്ഷം ചേർന്ന് നിന്നാൽ മതി. അല്ലെങ്കിൽ അദാനിയെ പോലെയുള്ള വലിയ കോർപ്പറേറ്റുകൾ, ആ കോർപ്പറേറ്റുകൾ ഭരണത്തെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളായി മാറുന്നു. അവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. ആസ്ട്രേലിയയിൽ കനി ബിസിനസ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി സംവിധാനത്തിന് സഹായകരമായ രീതിയിൽ ഇന്ത്യയുടെ ബാങ്കിങ് മേഖലയിൽ പോലും ഇടപെടാൻ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്നു. ഒരു വശത്ത് കോർപ്പറേറ്റുകളെ ഈ രാജ്യത്തിൻ്റെ ഭരണം വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വശത്ത് വ്യവസായികളിൽ നിന്ന് വൻതോതിൽ ഇലക്ഷൻ ബോണ്ടിലൂടെ പണം സമാഹരിക്കുന്നു. ആ പണത്തിലൂടെ ഇലക്ഷനെ അട്ടിമറിക്കുന്നു. ഇനി അതിനെ അതിജീവിച്ച് ജയിക്കുന്നവരാണെങ്കിൽ അവരെ ഓപ്പറേഷൻ കമലയിലൂടെ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും തങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിട്ടുപിരിഞ്ഞു പോയ പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു മരണവഴി പോലെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ BJPയിലേക്ക് പോയപ്പോൾ എൻ്റെ എല്ലാ കേസുകളും, അജിത് പവാർ അദ്ദേഹത്തിൻ്റെ ഒരു മരണവഴി പോലെയാണല്ലോ പറയുന്നത്. പിന്നെ
താൻ ബി ജെ പിയുടെ ഭാഗമായി NDAയുടെ ഭാഗമായി വരുമ്പോൾ എൻ്റെ എല്ലാ കേസുകളും നഷ്ടപ്പെടുന്നുവെന്ന്. യഥാർത്ഥത്തിൽ തെറ്റിപ്പറഞ്ഞതായാലും ഒരു തെറ്റിപ്പറയുന്ന പേര് പോലും ചർച്ചയിൽ പ്രശ്നമാകില്ല. കാരണം പ്രഫുൽ പട്ടേലും ഈ പറഞ്ഞ പോലെ തന്നെ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ ED നിരീക്ഷണത്തിലായിരുന്നു. അദ്ദേഹവും BJP പക്ഷപാതിയായി മാറിയപ്പോൾ ഇപ്പോൾ യാതൊരു കേസുമില്ല. നമുക്ക് നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന BJP മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഹേമന്ത് വിശ്വ ശർമ്മയാണ്. ആ ഹേമന്ത് വിശ്വ ശർമ്മ പഴയ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നല്ലോ. എങ്ങനെയാണ് BJPയിലേക്ക് എത്തിയത്? നാരദ ചിറ്റ് ഫണ്ട് ഉൾപ്പെടെയുള്ള കേസുകളിൽ EDയുടെ കയ്യിൽ നിന്ന് അതുപോലെയുള്ള ഏജൻസികളിൽ നിന്ന് താൻ പിടിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ സുരക്ഷിത താവളമായി, എല്ലാ അഴിമതിക്കാർക്കും സുരക്ഷിത താവളമായി മാറാൻ കഴിയുന്ന നിലയിലേക്ക് BJP മാറുന്നു. എവിടെ ഈ കേസുകളെല്ലാം BJP മറുപടി പറയേണ്ടതല്ലേ? അശോക് ചവാൻ്റെ പേരുള്ള കേസ് എവിടെ പോയി? നവീൻ ജിന്ദാലിൻ്റെ പേരുള്ള കേസ് എവിടെ പോയി? ഈ പറഞ്ഞ സുബേന്ദു അധികാരിയുടെ പേരുള്ള കേസ് എവിടെ പോയി? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് മാറുന്ന ആളുകൾക്ക് പിന്നെ EDയുടെ ഭീഷണിയില്ല. BJPക്ക് വേണ്ടി ഇലക്ഷൻ ബോണ്ട് നൽകുന്ന വ്യവസായികൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ BJPക്കൊപ്പം നിന്ന് കോടികൾ ചെലവഴിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയായി EDയും CBIയും NIAയും IT എല്ലാം മാറുകയാണ്. നമ്മുടെ രാജ്യം എന്തൊരു അപകടകരമായ അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ജനാധിപത്യത്തിൽ സുരക്ഷിതരാണ് എന്ന് നാം ഓരോരുത്തരും കരുതുന്നില്ലേ? ആ സുരക്ഷിതത്വമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയത് ഈ വർത്തമാനകാല ജനാധിപത്യമല്ലേ? ഈ അപകടമല്ലേ? Debate with Dr. Arun Kumar.